ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്നതേ പുതിയൊരു കഥയായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാ കഥയിലും ചിലപ്പം തുടക്കത്തിലൊന്നും ഉണ്ടാവണമെന്നില്ല, പിന്നെ ഉണ്ടായാലും ഉണ്ടാവാമല്ലോ. അപ്പം മുഴുവനൊന്ന് കേട്ടിട്ട് വേണം അഭിപ്രായം പറയാൻ കേട്ടോ. പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലില്ലാത്തവരും അങ്ങോട്ടേക്ക് വന്നോളൂ കേട്ടോ. അവിടെയല്ലേ നമുക്ക് നല്ല രീതിക്ക് കേട്ട് സന്തോഷമായിട്ട് അങ്ങ് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇന്നത്തെ കഥയിലേക്ക് ഇങ്ങ് പോയാലോ. പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി മേ ബി ലോജിക്കില്ലെന്നൊക്കെ ആദ്യം തോന്നുന്നുണ്ടാവാം, എന്നാലും ഉണ്ടാവും. കേട്ടോ. അപ്പോൾ അങ്ങ് തുടങ്ങാം. ഹലോ, പറമോളെ. ശ്രീയേട്ടാ, എന്താ നിങ്ങളുടെ അവസ്ഥ? എനിക്കിപ്പോൾ അറിയണം. ഇത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതിന് മാത്രം എന്താ ഉണ്ടായ മോളെ? നിനക്കറിയുന്നതല്ലേ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ അവസ്ഥ. ഒരാൾക്ക് മാത്രമാണോ അവസ്ഥ? ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞതൊന്നും ഇല്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തവസ്ഥ, ആരാ, എന്താ, എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് അല്ലേ? ഇപ്പം നിങ്ങൾ കേട്ടതിൽ ഒന്ന് ശ്രീധർ. അപ്പോൾ അപ്പുറത്താരാന്നല്ലേ? അതാണ് ദിവ്യ രാജേന്ദ്രൻ. ഇവർ തമ്മിൽ കടുത്ത പ്രണയമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ തന്നെയാണ്. എന്നാലും ചെറിയ പ്രശ്നവും വലിപ്പവും ഇല്ലാത്ത, ഒട്ടും ക്രിഞ്ചില്ലാത്തതായ പ്രണയം ഉണ്ടാവാൻ ചാൻസ് കുറവല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ കഥയിലേക്ക് വന്നാലോ. എത്ര വട്ടം പറയണം ഏട്ടാ, എന്തെങ്കിലും ഉണ്ടായാലൊന്ന് പറയണം. ഇത് ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയല്ലേ. എടി, നിനക്കും അറിയുന്നതല്ലേ എൻ്റെ ജോബ്, അതിൻ്റെ അവസ്ഥ എന്ന് വിചാരിച്ച് നിങ്ങൾ മാത്രമാണല്ലോ ലോകത്തിൽ ഈ പണിയെടുക്കുന്നത്. സംഭവം ഈ പറഞ്ഞ ശ്രീ ഒരു IT കമ്പനിയിലാണ് ജോലി. അപ്പോൾ അതിൻ്റെ അതറിയാലോ. ശ്രീയേട്ടാ, അതൊക്കെ പോട്ടെ. കഴിഞ്ഞ മൺഡേ എന്തായിരുന്നു ദിവസം? മൺഡേ എന്ന് പറഞ്ഞാൽ മൺഡേ, അല്ലാതെന്താ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നിങ്ങൾ. എന്ത് പറ്റി? അല്ല, ഇതെല്ലാം മടുത്തോ അതോ? ബാക്കിയും കൂടി പറ. അല്ല ശ്രീയേട്ടാ, ഞാൻ ഓർക്കുക ആ പഴയ കാലം എന്ന് പറയുമ്പോൾ അങ്ങ് അത്ര ഓൾഡൊന്നുമില്ല കേട്ടോ. ഈ ചൈനീസ് ആപ്പുകളുടെയൊക്കെ അവസാന കാലഘട്ടം. ആ ഹലോ ആപ്പിൽ 2 ആൾക്കും അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ ദിവ്യയുടെ ഒരു പോസ്റ്റിന് കമൻ്റാണ് ഇവരുടെ പ്രണയത്തിൻ്റെ ഒരു തുടക്കം. ആ വലിയ തുടക്കം ഒന്ന് ചുരുക്കി പറയാം. ദിവ്യ ഇട്ടൊരു പോസ്റ്റിന് ശ്രീ കമൻ്റ് ഇടുന്നു. ഇട്ട കമൻറ്റിൽ അഭിപ്രായ വ്യത്യാസം വരുന്നു. അവർ തമ്മിൽ കമൻറ്റിൽ അടിയാവുന്നു. പിന്നെ ഫേറ്റും വിധി എവിടെയോ എപ്പോഴെപ്പോഴോ മാറി മറയുന്നു. അവർ തമ്മിൽ അട്രാക്ഷൻ ആവാൻ എന്തോ ഒരിത്. ഇപ്പോൾ അങ്ങനെ ഉണ്ടാവുമോ ചോദിച്ചാൽ ഉണ്ടാവും. കഥ എഴുതുന്ന എനിക്ക്, ഈ കഥ പറയുന്ന എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യത്തിൽ അങ്ങ് ബ്ലണ്ടാക്കി, അത്രേ ഉള്ളൂ. അങ്ങനെ അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പായി, സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അത് പേഴ്സണലായി, പിന്നത് മറ്റതുമായി. എല്ലാ കഥയിലും പോലെ ഇൻട്രൊഡക്ഷൻ തുടക്കത്തിലില്ല. ഇനി ആ പേരും അവരുടെ അതും ഇതും ഒക്കെ ഞാൻ പറയാം. ദിവ്യയും ശ്രീയെ അടുപ്പിച്ചത് അവരുടെ വൈബ് തന്നെയാണ്. കാരണം ഇപ്പം നാട്ടിലോ വീട്ടിനടുത്തുള്ളൊരു ആളോട് നേരിട്ട് സംസാരിക്കുന്നതിനാൽ കൂടുതൽ ചാറ്റിലൂടെ നടക്കും അല്ലേ? നിങ്ങൾക്കും അറിയായിരിക്കും. അങ്ങനെ 2 ആളുടെയും ഫാമിലി ഒരു ആവറേജ് ഇഷ്ടങ്ങൾ പോലൊരു, പിന്നെ ഒന്നിക്കണമെന്നൊരവസ്ഥ വന്ന ഇഷ്ടം പോലും മാറ്റി പറയാലോ. ഏത് സ്ത്രീയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോൻ. അച്ഛൻ എല്ലാ കഥയിലും പോലെ ഗൾഫിലല്ല കേട്ടോ, നാട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ നടത്തുന്നു. അമ്മയാണെങ്കിൽ അംഗൻവാടി ടീച്ചർ, ഇപ്പോൾ പെൻഷൻ പറ്റി വീട്ടിൽ. എന്നാൽ ദിവ്യയുടെ ഫാമിലി, അച്ഛനൊരു നാടക നടൻ, അമ്മ ഇപ്പോൾ ഹൗസ് വൈഫ്. ഈ ഹൗസ് വൈഫ് ഇൻവേർട്ടഡ് കോമയിട്ട് വെച്ചോ കേട്ടോ, ആവശ്യം വരും. അങ്ങനെ സംസാരിച്ച് അപ്പോഴും സംസാരിക്കുമ്പോൾ ദിവ്യയുടെ ഭാഗത്തു നിന്നും ഫാമിലിയിലേക്ക് കൂടുതലൊരു ഇതുണ്ടായിരുന്നു. അച്ഛനമ്മ, അതിൽ അമ്മ കൂടുതൽ എന്തിനും ഏതിനും. അങ്ങനെ പറഞ്ഞ് അമ്മ ശ്രീയുടെ ഉള്ളിൽ ഒരു സ്ഥാനം പിടിച്ചു. എന്തായാലും ഇത്രയായില്ലേ, എന്നാൽ പിന്നെ പഴയ കുറച്ച് കാര്യങ്ങളിലേക്ക് എത്തി നോക്കിയാലോ. ദിവ്യ: ചേട്ടാ, എൻ്റെ ഒരു ആവറേജ് ഫാമിലിയാണ് കേട്ടോ. പിന്നെ ഞാൻ മാത്രം നാട്ടിൽ നിന്നും ഇങ്ങനെ പുറത്ത് പോയി പഠിച്ചതും ജോലി ചെയ്യുന്നതും. അതിനെൻ്റെ അമ്മയ്ക്കും വീട്ടുകാർക്കും കേൾക്കാത്തതൊന്നുമില്ല. എന്ത് കേൾക്കാൻ? ഈ പാരിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എൻ്റെ ദിവ്യയെ?
ചേട്ടനറിയാത്തതുകൊണ്ടാ എൻ്റെ റിലേറ്റീവ്സിനെ പറ്റി. ഓ, എല്ലായിടത്തും കുടുംബത്തിൽ കാണും കുറേ എണ്ണം ഇതുപോലും. അതൊക്കെ പോട്ടെ, എന്തായി നമ്മുടെ കാര്യം? വീട്ടിൽ പറഞ്ഞോ? അറിയാമല്ലോ, ഒന്നാമത് ഡിസ്റ്റൻസ്, പിന്നെ വെർച്വൽ അഫെയർ, ഇതൊന്നും അവർക്ക് ഓക്കെ ആവില്ല. പിന്നെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും നീ ഏറ്റെടുക്കില്ലേ? അല്ലെങ്കിൽ ആരും ഇല്ലാത്തവന് വല്ലതും തരണേ അമ്മയെന്നും പറഞ്ഞ് നടക്കേണ്ടി വരുമോ? ഏ, ആര് സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ ജീവിക്കും. ഓ, അത് പിന്നെ പറയാനുണ്ടോ? പിന്നെന്താ? എന്ത് കിട്ടിയില്ല? എന്ത്? ഓ, കിണ്ടി പോടേ. എൻ്റെ പൊന്നിന് എന്താ വേണ്ടേ? ബാക്കി എന്താ നടക്കാന്നറിയാമല്ലോ. അതിൽ തുടങ്ങും, പിന്നെ അത് തന്നെ. അങ്ങനെ ഈ ചാറ്റിങ്ങും മാത്രമല്ലാതെ അവർ ഫസ്റ്റ് മീറ്റപ്പ് നടത്തി. അത് പിന്നെ സെക്കൻഡായി, തേർഡായി, ഫോർത്തായി, എന്തിനു പറയാൻ, കുറേ ആയി. അങ്ങനെ ഇരിക്കെ ശ്രീയുടെ വീട്ടിൽ അവന് കല്യാണാലോചന വന്നു. അതും മുറപ്പെണ്ണാൽ പോലും. നേരത്തെ പറഞ്ഞല്ലോ ഈ ഓൺലൈൻ ലവ് അതൊന്നും അങ്ങോട്ട് ഏക്കില്ല എന്ന്. അതിൻ്റെ പേരിൽ വീട്ടിലൊരു കുടുംബ വഴക്കും കഴിഞ്ഞ് ഫോണിൻ്റെ ഡിസ്പ്ലേ തല്ലിപ്പൊട്ടിച്ച് നിൽക്കുമ്പോഴാണ് ആ നേരത്തുണ്ടായ ഫോൺ നടക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ദിവ്യേ, നിനക്കറിയാലോ എൻ്റെ അവസ്ഥ. നിന്നല്ലാതെ വേറെ കെട്ടില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വേറെ മാറി ഇങ്ങനെ നിൽക്കണമെങ്കിൽ. ഓ, ഇത് പറയാൻ എല്ലാവർക്കും ആവശ്യം. ഏട്ടന് എത്ര വയസ്സുണ്ട്? എന്താ അവരുണ്ടെങ്കിൽ കല്യാണം നടക്കൂ. ഒരു പെണ്ണായി ഞാൻ കാണിക്കുന്ന ധൈര്യമെങ്കിലും താൻ കാണിക്കേ. നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം പെട്ടെന്ന് മറക്കും, സഹിക്കും. ശ്രീയേട്ടാ, എനിക്കുണ്ട് കുടുംബവും വീട്ടുകാരും. അവരെന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും സ്നേഹം തന്നെയാണ് വളർത്തി. ഒറ്റ മോളാണെന്ന് പറഞ്ഞാലും ഞാനും കുറേ കഷ്ടം കണ്ടും അറിഞ്ഞും തന്നെയാണ് ജീവിച്ച്. ഇപ്പോൾ കല്യാണം കഴിച്ചാൽ പോരെന്നോ? ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ കാണിച്ചതൊക്കെ വെറും ടൈം പാസ്സായിരുന്നു ഏട്ടന്. എൻ്റെ ദിവ്യയെ ഒന്നാമത് ടെൻഷനാണ്. അപ്പം പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആവും. ചെറിയത് വലിയ ഇഷ്യൂ ആക്കല്ലേ. എന്നിട്ടെന്താ ലാസ്റ്റ് തീരുമാനം? എന്ത് കിട്ടുന്നു നമ്മൾ ജീവിക്കുന്നു, അത്ര തന്നെ. ചേട്ടാ, നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു പ്രോബ്ലം ഇല്ല, അവർക്ക് ഓക്കെയാണ്. നമുക്ക് അവിടെ പോവാം, ഞാൻ വീട്ടിൽ സംസാരിക്കാം. അങ്ങനെ ദിവ്യ വീട്ടിൽ വിളിച്ച് സംസാരിച്ചു. ദിവ്യ, അമ്മേ, ഇതെങ്ങനെ നോക്കിയാലും ശ്രീയേട്ടൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല. അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ശ്രീയേട്ടനെ രജിസ്റ്ററായി കല്യാണം കഴിക്കും. അപ്പം മുതലാണ് നമ്മുടെ അടുത്ത ക്യാരക്ടർ കഥയിൽ വരുന്ന കേട്ടോ. അമ്മ. എന്താ മോളെ ഇത്? ഞങ്ങളെ ഓർത്തോ നീ? ഈ കണ്ട കാലം അത്രയും നിനക്ക് വേണ്ടി ജീവിച്ച ആ അച്ഛനെ എന്നെ ഒന്ന് വിചാരിച്ച്. നീ അന്ന് മുതൽ ഇന്ന് വരെ നിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇഷ്ടത്തിന് എതിര് നിന്നിട്ടുണ്ടോ ഞങ്ങൾ? അങ്ങനെ അല്ല അമ്മേ, എല്ലാം കൂടെ ഓർത്തപ്പോൾ സോറി. അച്ഛനെവിടെ? അമ്മ. അച്ഛൻ അടുക്കളയിലുണ്ട്. അതൊക്കെ പോട്ടെ ദിവ്യേ, ഈ കല്യാണം എന്ന് പറയുന്നത് ഈ നടന്നു പോകുന്ന നീ വിചാരിക്കുന്ന പോലെ കുട്ടിക്കളിയൊന്നല്ല കേട്ടോ. അറിയാം അമ്മേ. എന്തറിയാന്ന്? സ്വന്തം ഇതുപോലും അലക്കാൻ മടി കാണിക്കുന്ന നീയാ, അതുകൊണ്ട് പറഞ്ഞതാ. ഓ ഓ എന്നിട്ടിപ്പോൾ അമ്മയാണല്ലോ അലക്കുന്നത് അല്ലേ? അത് എപ്പം മുതൽ തുടങ്ങി നീ ആ ജോലിക്ക് പോയ തൊട്ടല്ലേ? അല്ലെങ്കിൽ ഇതാണോ അവസ്ഥ? ഒന്നേ ഉള്ളൂ എന്ന് വെച്ച് കൊഞ്ചിച്ചപ്പോൾ. ബാക്കിയും കൂടി പറ. ഇതുകൂടെ എന്താ അറിയാതെ? ഓ, എനിക്കിപ്പോഴും അത്ഭുതമാണ് ദിവ്യ നിന്നെക്കുറിച്ച് ഓർത്ത്. ഈ കണ്ട കാലം അത്രയും കുട്ടിക്കളി മാറാത്ത നീ കെട്ടാൻ പോകുന്നു പറയുമ്പോൾ സന്തോഷമാണോ ഭാവിയെക്കുറിച്ചുള്ള ആവലാതിയാണോ എന്ന് അറിയില്ല മോളെ എനിക്ക്. അമ്മ പേടിക്കാതെ, അമ്മ ഒക്കെ റെഡിയാവും. ആയാൽ മതി. അല്ല, നമ്മുടെ അവസ്ഥ പറഞ്ഞിട്ടില്ലേ, വീടും അച്ഛൻ്റെ അവസ്ഥയും. അല്ല, അത് പോട്ടെ, നിൻ്റെ പഴയ ശീലം തന്നെ തുടരാനാണോ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും? എന്ത്? അല്ല, ആ കുട്ടിക്കളി അടക്കവും ഒതുക്കവും ഇല്ലാത്ത സ്വഭാവവും. അമ്മ, അത് ഞാൻ നമ്മുടെ വീട്ടിൽ വന്നാൽ മാത്രമല്ലേ ഉള്ളൂ. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ഫ്രീഡം അവളുടെ വീട്ടിലല്ലേ? അതും കൂടി ഇല്ലാതെ ആക്കല്ലേ. എനിക്കല്ല കുഴപ്പം, നിൻ്റെ ചെക്കനെ നീ നോക്കിയാൽ മതി. അമ്മ, എൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മയും ശരിക്കും അറിയാം ശ്രീയേട്ടന്. മൂപ്പര് നമ്മളെപ്പോലെ ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന ആളല്ല, ലോകം കണ്ട ആളാണ്. ഇനിയിപ്പോൾ അമ്മ എന്നെ പോലെ നടന്നാലും മൂപ്പർക്ക് സീനൊന്നും ഉണ്ടാവില്ല. ആടി, ഞാനും നിന്നെപ്പോലെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ നടക്കാം, വേറെ പണിയില്ലല്ലോ.
ആ അതൊക്കെ പോട്ടെ ദിവ്യേ, നിനക്കറിയാലോ അച്ഛൻ്റെ അവസ്ഥ. ചിലപ്പോൾ അതൊന്നും നമ്മളെപ്പോലെ ഉൾക്കൊള്ളാൻ പറ്റില്ല എല്ലാവർക്കും അല്ലേ. അതോടെ ഒന്ന് പറഞ്ഞേക്ക് അവനോട്. ആ അമ്മ, അതൊക്കെ അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ആക്കിക്കോളും. അങ്ങനെ വലിയ ആർപ്പാടമൊന്നും ഇല്ലെങ്കിലും കല്യാണം കഴിഞ്ഞു. മിസ്റ്റർ മരുമകനായി ശ്രീ ദിവ്യയുടെ വീട്ടിൽ പോകുന്നു. അപ്പം നമുക്ക് കല്യാണ കഥയിലെ ഫ്ലാഷ് ബാക്ക് ഒന്ന് കേട്ടാലോ? അധികം തിക്കും തിരക്കും ഇല്ലാത്ത കല്യാണം ആയതുകൊണ്ട് തന്നെ ടൗണിൽ നിന്ന് മാറി ഒരു ചെറിയ അമ്പലത്തിൽ വെച്ച് നടത്താൻ അവർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ അവർ റൂം എടുക്കുകയും കല്യാണ ദിവസം രാവിലെ ആവുകയും ചെയ്തു. ദിവ്യ, ഈ സാരിയൊക്കെ കണ്ടുപിടിച്ചത് ആരാണോ കോപ്പ്? ശ്രീ, ആരാന്നറിഞ്ഞൂടാ. ഷട്ടിക എന്നൊരു സംസ്കൃത വേൾഡിൽ നിന്നുണ്ടായതാ ഈ സാരി. ഒരുത്തനിവിടെ ഒരു അപകടത്തിൽപ്പെട്ട് നിൽക്കുമ്പോൾ അല്ല ഇമ്മാതിരി ചരിത്രം ഉണ്ടാക്കേണ്ടത്. വായി നല്ലത് വരുന്നുണ്ട് കേട്ടോ ശ്രീയേട്ടാ. ഭാതർന്ന ഇമ്മാതിരി കർച്ചന വർത്താനല്ലാതെ വേറെ ഒന്നും കയ്യിലില്ലല്ലേ? ഇതൊന്നും പഠിച്ചിട്ടില്ല അല്ലേ? ആ, എനിക്ക് പിന്നെ ഇതാണല്ലോ പണി. ഡെയിലി സാരി എടുത്ത് ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കൽ. ഓ, ഓവറാക്കണ്ട. ഇങ്ങ് വന്നേ, ഞാൻ ഒന്ന് നോക്കട്ടെ. സാറിനിത് വശമുണ്ടോ? അതൊന്നുമില്ല, എന്നാലും ചെയ്തല്ലേ പറ്റൂ. അല്ലേലും നിങ്ങൾക്ക് എന്ത് സുഖം. ഒരു മുണ്ടെടുക്കുക, ഒരു ഷർട്ട് ഇട്ടാ പരിപാടി ക്ലോസ്. എന്നാൽ പിന്നെ ദാ ഈ മുണ്ട് നീ ഉടുക്ക്, ഞാൻ സാരി ഉടുക്കാം. അല്ല പിന്നെ ഞാനൊക്കെ ഒരു വെറൈറ്റി പിടിക്കാൻ വേണേ. ബാ മോനെ ബാ. ആഹാ, മതി മതി, ഇങ്ങ് വന്നേ. അതും പറഞ്ഞ് കട്ടിൽ നോക്കുമ്പോഴാ ദേ കിടക്കുന്നു ദിവ്യയുടെ പുതിയ അത്. അല്ലടി, അപ്പം ഇത് നീ ഇട്ടില്ലേ? ഇത് തന്നെ വരച്ചിട്ടിയത് ഏതോ കഷ്ടത്തിലാണ്. അപ്പോഴത് വേണമെങ്കിൽ നിങ്ങളെടുത്തിട്ടോ. നീ അതും പറയും അതിനപ്പുറവും പറയും. എന്താ കേട്ടോ പ്ലീസ്, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. ചേട്ടൻ എൻ്റെ ഇടം, ഞാൻ ചേട്ടൻ്റെ ഇടം. തുടക്കം ഇതൊക്കെയാണ് ആഗ്രഹമെങ്കിൽ ഒഴുക്കെ എന്താവോ എന്തോ. എന്തോ ഒന്നുമില്ലേ? ഒന്നുമില്ലേ? ആ, ഒന്നുമില്ല. ദിവ്യ തൻ്റെ കൈ ശ്രീയുടെ മുണ്ടിൻ്റെ അതൊക്കെ തന്നെ. പിന്നെ പറഞ്ഞ പോലെ ഇതിലൊന്നും ഇല്ലല്ലോ. പറ്റിച്ചോ ഇവർ നമ്മളെ? അത് കേട്ട് ശ്രീക്കും ചിരി പൊട്ടി. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നു. ആ, അമ്മയാണല്ലോ. ശ്രീ എടുക്ക്. ആ അമ്മ എവിടെ എത്തി? അമ്മ വന്നോണ്ടിരിക്കുക മോളെ. എന്തായി ഒരുക്കം? ആഹാ, അതൊക്കെ അങ്ങ് നടക്കുന്നു. പെട്ടെന്നായതുകൊണ്ട് ആരെ അറിയിച്ചു കാണില്ലല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അച്ഛൻ്റെയും കുടുംബത്തിൻ്റെ കാര്യം അറിയാമല്ലോ. പിന്നെ മുരളിയും അവളുണ്ടേ. ആരാ? ഗീതമ്മയ്യ ആണോ? പിന്നെ വേറെ ആരാ? പിന്നെ ബാബുവേട്ടനും സൈറ്റിലെ പിള്ളേരും. ആ മോളെ, അവരുണ്ട്. അടുത്തൊന്ന് കൊടുത്ത്. ഡാ, അമ്മയാ. ഹലോ അമ്മ. മോനെ, അറിയാലോ എൻ്റെ ചങ്ക് പറിച്ചിരുവ. നോക്കിക്കോണേ. കാര്യം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊഞ്ചിച്ച് വളർത്തിയതാണേ. ഇപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പവും മനസ്സിലാവുന്നത്. പിന്നെ ഒരു പെണ്ണിന് വീട്ടിൽ നിന്ന് കിട്ടുന്ന സുഖമൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാം നീ ഒന്ന് കണ്ടറിഞ്ഞ് നിൽക്കണം. എന്താ അമ്മ ഇത്? അത് വിട്ടേക്ക്. എന്നാൽ പിന്നെ അവിടെ നിന്ന് കാണാം. കോള് കട്ടായി. ശ്രീ, പാവം, നിൻ്റെ ഭാവിയും അവരുടെ വയസ്സാം കാലത്തുള്ള ജീവിതമൊക്കെ ഉണ്ട് അമ്മയുടെ വർത്തമാനത്തിൽ. പെട്ടെന്ന് ദിവ്യ ചാടി എഴുന്നേറ്റു. എന്താ ചെക്ക, ആരുടെ വയസ്സെത്തി? എൻ്റെ അമ്മയോ? പ്രായം ഒരു 50 വെച്ച് എൻ്റെ എന്തു ഇപ്പോഴും സുന്ദരിയാണ്. നമ്മളെപ്പോലുള്ള പിള്ളേർ മുഖത്ത് പൊട്ടിയിട്ട് പിടിച്ചു നിൽക്കുന്ന കാലത്തെ അവരൊന്ന് കിളിച്ച് കണ്ണെഴുതി കുറിതൊട്ട് വന്നാൽ നമ്മൾ അവരുടെ പിറകി നിൽക്കേണ്ടി വരും. അയ്യോ, ക്ഷമിക്കും മോളെ. എന്നാ ആ ചെറുപ്പക്കാരി പോരെ? ഇതൊക്കെ പറയെങ്കിലും പാവങ്ങളാ ശ്രീയേട്ടാ. സ്വന്തം അമ്മയെപ്പോലെ കണ്ടേക്കണേ. അമ്മയല്ലാതെ പിന്നെ ഭാര്യയായിട്ട് കാണാൻ പറ്റുമോ മിസ്റ്റർ? ആ, വേണമെങ്കിൽ കണ്ടോ. എന്തേ? മതി, നടക്ക്. അങ്ങനെ അമ്പലത്തിലെത്തി. അപ്പോൾ അതാ ഒരു ട്രാവലർ വന്നു. അതിൽ നിന്നും ഓരോരുത്തരായി ഇറങ്ങി. അച്ഛൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അച്ഛൻ, എന്താ മോളെ ഇത്? നല്ലൊരു ദിവസമായിട്ട് കരയല്ലേ എന്ന് പറഞ്ഞ് ദിവ്യയുടെ അവിടെ ഇങ്ങനെ ബ്ലൗസിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഉള്ളിടുന്നത് ചെറുതായിട്ട് ചിലപ്പോൾ പുറത്ത് ചാടാൻ ചാൻസ് ഉണ്ടല്ലോ. അതിങ്ങനെ കണ്ടപ്പോൾ അതൊക്കെ പിടിച്ച് നേരെ ഇട്ട് കൊടുത്തു. അമ്മ എന്തി? അത് ചോദിച്ചതും ഒരു ഓട്ടോ അമ്പലത്തിൽ മുറ്റത്ത് വന്ന് നിന്നു. അച്ഛൻ വണ്ടി സ്ഥലം ഉണ്ടായില്ല, അതുകൊണ്ട് അപ്പൂൻ്റെ ഓട്ടോയിലങ്ങ് വന്നു അവൻ. ശ്രീ അപ്പോൾ മനസ്സിലിനി വേറെ ഇങ്ങോട്ട് നോക്കി നിൽക്കണ്ട, അമ്മ ഓട്ടോയിൽ തന്നെ. അപ്പോൾ എത്രയാടാ എന്ന് പറഞ്ഞ് ദേ ഇറങ്ങി അമ്മ.
ശ്രീ ഭഗവാനെ, ഇതാണോ ഞാൻ നേരത്തെ പറഞ്ഞ കിളവി? ഇവരെ ഈ പ്രായത്തിലും എന്തിടിതാ. അപ്പോൾ നിങ്ങളൊന്ന് പോയേ എന്ത് ചേച്ചി, പൈസയോ? അതെന്താ, നമ്മൾ അങ്ങനെയൊക്കെ ആണോ? അമ്മ, അങ്ങനൊന്നല്ല, എന്നാലും ഇപ്പം നീ ഇത് വെക്ക് എന്നും പറഞ്ഞ് പൈസ അവൻ്റെ കീശയിലിട്ട് കൊടുത്തു. എന്നിട്ട് ദിവ്യയുടെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ എടുത്തു. എന്നിട്ട് അമ്മ, ശ്രീ എന്തിയേ? ദിവ്യ, ഏട്ടാ ഇതാ അമ്മ. ശ്രീ മൈൻഡ് വോയിസിൽ, ഏട്ടൻ, അത് ഞാനല്ലേ. ദൈവമേ, അതാ അടുത്തേക്ക് വരുന്നു അമ്മ. ഇത് സ്ലോ മോഷനാണോ അതോ എനിക്ക് തോന്നുവാണോ? അതുവരെ നായികയായിരുന്ന ദിവ്യ അത് മാറ്റിവെച്ച് അമ്മയ്ക്ക് കൊടുത്തോ എന്നൊരു സംശയമായി ശ്രീക്ക്. ശ്രീയാടെ ഒരു കിള്ളി പോയ മട്ടിൽ അവിടെ നിൽക്കുക. അങ്ങനെ കല്യാണ പരിപാടിയൊക്കെ നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് അവസാനിച്ചു. അതൊക്കെ കഴിഞ്ഞ് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ച് അവർ വീട്ടിലേക്ക് യാത്ര തിരിക്കാൻ നേരം ശ്രീ, അമ്മ വരുമ്പോൾ ഓട്ടോയിലല്ലേ വന്നത്, പോകുമ്പോൾ നമുക്കെൻ്റെ കാറിൽ പോവാം. അപ്പനൊന്നപ്പോൾ പറഞ്ഞു വിടട്ടെ. ഡ്രൈവിംഗ് സീറ്റിൽ ശ്രീ കയറിയിരുന്ന് മുമ്പിൽ തന്നെ ദിവ്യയും കയറി, ബാക്കിൽ അമ്മയും. അങ്ങനെ വണ്ടി മെല്ലെ ടൗൺ ഏരിയ വിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. ദിവ്യ, ഇതെന്താ വിലാപയാത്ര പോണ പോലെ? ആരിൽ എന്തെങ്കിലും മിണ്ട്, അല്ലെങ്കിൽ ഒരു പാട്ടേലും വെക്ക്. അമ്മ, പാട്ടൊന്നും വേണ്ട. അല്ല, നേരത്തെ ചോദിക്കണമെന്ന് വെച്ചതാ, അമ്മ തടി കൂടിയോ? കുറവ് വരാനാണ് ചാൻസ്. കുറച്ച് ദിവസമായി നിങ്ങളുടെ കാര്യം ഓർത്ത് നല്ല ടെൻഷനല്ലേ. പിന്നെ പ്രായം കൂടുമ്പോൾ ആണല്ലോ ഇങ്ങനെയൊക്കെ. എൻ്റെ തള്ളേ, പ്രായമായിന്നൊന്നും പറയല്ലേ. ഒരാൾ എവിടെ അമ്മയെ കിട്ടിയാലോ എന്നൊരു ചോദിച്ചിരിക്കുക. ഷിറ്റി, ഇവളുടെ ഒരു കാര്യം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി അങ്ങനെ ഒറ്റപ്പെട്ടൊരു ഉൾഗ്രാമത്തിലേക്ക് നീങ്ങി തുടങ്ങി. കാര്യം ഗ്രാമഭംഗിയൊക്കെ ഉണ്ടെന്നാലും ഒരാളും അനക്കില്ലാത്ത അവസ്ഥ. ദിവ്യ, ചേട്ടാ അതാ എൻ്റെ സ്കൂൾ. 10 വരെ ഞാൻ പഠിച്ചത് ഇവിടെയാണ്. 6 കിലോമീറ്റർ ദൂരം ഉണ്ടാവുമല്ലേ അമ്മ ഇവിടുന്ന് വീട്ടിലേക്ക്? കാണും. അത്രയും ദൂരം നടന്നു വന്നാ മോനെ ഞാൻ പഠിച്ചത്. നഗരത്തിൽ പഠിച്ച ശ്രീ ഇതൊക്കെ കൗതുകത്തോടെ കേട്ടു. അങ്ങനെ വണ്ടി വീട്ടിലേക്ക് അടുത്ത് തുടങ്ങി. നിരപ്പായ പ്രദേശം, അതുകൊണ്ട് തന്നെ 1 കിലോമീറ്റർ ഇപ്പുറത്തു നിന്നും തന്നെ വീട് കാണാം. ഒരു ഓടിട്ട വീട്, 2 വശത്തായി വാഴത്തോപ്പ്. മുറ്റത്തോട്ടടുക്കുമ്പോൾ അടുപ്പിച്ച് ചെറിയൊരു പച്ചക്കറി തോട്ടം. ഇടതുവശത്തായി ഒരു ചെറിയ മാവ്, അതിലൊരു ഊഞ്ഞാൽ. കണ്ടാലറിയാം കുറച്ച് പഴക്കമുണ്ട് കയറിന്. അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ ദിവ്യയുടെ ഏകദേശം പ്രായം കാണും അതിനൊന്ന്. ചടങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറി. അത്യാവശ്യം വലിയ ഹാള്, TV, അതിന് 2 വശത്തായി സോഫ, പിന്നെ 4 റൂം. എന്തായാലും ചെറിയ വീടാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. അങ്ങനെ റൂമിൽ കയറിയതും ദിവ്യ മൊത്തത്തിൽ മടുത്തു എന്നും പറഞ്ഞ് സാരി ഒരൊറ്റ പൊക്കും. അതൊക്കെ ഊരി കട്ടിൽ വങ്ങിട്ട്, ഡി എന്താ ഇത് മോനെ? ദിസ് ഈസ് മൈ ടെറിട്ടറി. ഇവിടെ ഞാനൊന്നും ഇല്ലാണ്ട് ഇരിക്കും, ചിലപ്പോൾ ഇല്ലാതെ ഓടുകയും ചെയ്യും. എന്തേ? ആയിക്കോ, ഓടുകയോ തുള്ളിക്കളിക്കുകയോ ചെയ്യേ. ഇപ്പം അവരൊക്കെ ഇല്ലേ, അവരൊന്ന് പൊക്കോട്ടെ. അവർ വേണമെങ്കിൽ കണ്ടാൽ മതി, പറ്റാത്തവർ കല്ലെറിയട്ടെ, അല്ലേ കണ്ണടച്ചോട്ടെ. എന്തേലും ചെയ്യട്ടെ. ചെയ്യട്ടെ. അടുത്ത് പോയി ശ്രീയുടെ മുണ്ടങ്ങിതാക്കി. ഡി വിടടി കാശ്മലി. അപ്പതേ പുറത്ത്, മക്കളെ ചായ കുടിക്കാൻ വാ. അമ്മേ ഒന്ന് കുളിക്കട്ടെ എന്നും പറഞ്ഞ് ദിവ്യ റൂമിലെ വാഷ്റൂമിൽ കയറി കുളിച്ചിറങ്ങി. ഒരു പച്ച കളർ ചുരിദാർ ടോപ്പും ഒരു ബ്ലാക്ക് പാൻറ്റും ആയിരുന്നു ആളുടെ വേഷം. ചായയൊക്കെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞു. ദിവ്യേ, എൻ്റെ ലാപ്പൊന്ന് കുത്തിയിടണം. എവിടെ ഒരു ചെറിയ ടേബിൾ വല്ലതും ഉണ്ടോ? നമ്മുടെ റൂമിൽ കുത്തിക്കോ, അവിടെ ഉണ്ടൊന്ന്. ദാ കുത്തിയിട്. ഞാൻ എങ്ങനെയാ അങ്ങോട്ട് പോവുക ഇപ്പോൾ? എന്താ ചെല്ല്. എന്താ ചെക്ക ഇത് നിങ്ങളുടെ കൂടെ വീടല്ലേ? ചെല്ല്. റൂമിൽ കയറിയതും നല്ല കൊന്തിരിക്കും പോയിക്കുന്ന വാസന. വീതിയുള്ള കട്ടിൽ, വൃത്തിക്ക് വിരിച്ചിരിക്കുന്ന ആ ചെറിയ ടേബിൾ. രാവിലെ ഇട്ട് സാരി ഇട്ടേക്കുന്നു. ഞാൻ പോയി സാരി എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് വീണു. ദാ ഒരു കറുത്തത്. എടുക്കണോ വേണ്ടയോ എന്ന അവസ്ഥയിലായിരുന്നു ശ്രീ. മോനെ, അവൾ പറഞ്ഞു ആ ടേബിൾ വേണമെന്ന്. എടുത്തോ. വേണ്ടമ്മേ, ഞാൻ ഇവിടെ വന്ന് കുത്തിവെക്കാം. എന്നാലല്ലേ ഇടയ്ക്ക് കാഴ്ച കാണാൻ പറ്റും. കൊച്ചു കള്ളൻ. ശ്രീ മെല്ലെ മനസ്സിൽ, ഇവർ പാരമ്പര്യമായിട്ട് ഒന്നും ഇടാറില്ലേ? അങ്ങനെ ഓർത്ത് നിൽക്കുമ്പോഴാണ് അമ്മ, അയ്യോ
ഇതിവിടെ വീണ് കിടപ്പുണ്ടോ? കുനിഞ്ഞ് അതെടുത്ത് കൈ ചുരുട്ടി പിടിച്ചു. എന്നിട്ട് ശ്രീക്ക് ഓപ്പോസിറ്റായി കുനിഞ്ഞിട്ട് കട്ടിലിൻ്റെ അടിയിൽ നിന്നും ഒരു ചാരവും വലിച്ചെടുത്തു. ഓ, സംഭവം തള്ള മോളെപ്പോലെയല്ല. അതൊക്കെ ഇട്ടിട്ടുണ്ട്, വന്നിട്ട് വേറെ മാറ്റി ഉള്ളിൽ കിട്ടുന്നേ ഉള്ളൂ. നൈറ്റിയുടെ പുറത്തോടെ വരയൊക്കെ കാണേ, അപ്പോൾ ഇട്ടിട്ടുണ്ടാണെന്നല്ലോ അർത്ഥം. അങ്ങനെ അതും കുത്തിവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയം കളഞ്ഞു. സന്ധ്യയായപ്പോൾ ഒരു ഭക്തിഗാനവും ചന്ദനത്തിരിയുടെ മണവും തുളസിത്തറയിൽ ഒരു ദീപവും തെളിഞ്ഞു. നല്ല രസമായിരിക്കുമല്ലേ കാണാൻ. കുളിച്ച് തലയിൽ തോർത്തും ചുറ്റി വിളക്ക് വെച്ച് അമ്മ ദേ വരുന്നു. എന്നിട്ട് തോർത്തൂരി മുടിയാറ്റി അതൊന്നും മാടിക്കെട്ടാതെ അഴിച്ചിട്ടു. എന്നിട്ട് അടുക്കളയിൽ പോയി പണിയെടുക്കാൻ തുടങ്ങി. ശ്രീയും പതിയെ അങ്ങോട്ട് പോയി ഓരോന്ന് പറഞ്ഞിരുന്നു. മനഃപൂർവ്വം അല്ലെങ്കിലും അമ്മ ഇങ്ങനെ ഓരോന്നെടുക്കാനൊക്കെ കുനിയില്ലേ, അപ്പോൾ ചെറിയ സീനൊക്കെ നോക്കി നിന്നു. അതവരറിയുന്ന പോലെ ഉണ്ടായിരുന്നില്ല, പാവം. അപ്പോഴാണ് ദിവ്യ ഫ്രണ്ട്സിനെയൊക്കെ കോളാക്കിയിട്ട് അങ്ങോട്ട് വന്നത്. എന്താ അമ്മയും മോനും ഒരു കിന്നാരം പറച്ചിൽ. അമ്മ, എന്ത് ഓരോ നാട്ടുവിശേഷം. നീ വരാൻ വേണ്ടി നിന്നതാ, കഴിക്കണ്ടേ? കഴിക്കല്ലേ കുട്ടാ? അമ്മച്ചി കഴിക്കാം. സൊല്ലാനൊരു കാവയെ കിട്ടപ്പോൾ നമ്മുടെ അമ്മച്ചി രാവിലെ ഇതൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞ്. ഇവളെ കൊണ്ട്. അപ്പോൾ അമ്മ, ഇവളിങ്ങനെയാ ശ്രീ, ആളും തരം ഒന്നും നോക്കില്ല, അങ്ങോരൊന്ന് പറയും. പറയുന്ന കൂട്ടത്തിൽ ഫുഡ് മേശയിലേക്ക് എല്ലാവരും എടുത്തു വെച്ചു. അപ്പോൾ ശ്രീ പറയും പോലെ അച്ഛൻ ഇവിടെ ഇല്ലേ? കണ്ടില്ലല്ലോ. അത് അച്ഛൻ ചെറിയൊരു തലവേദന കിടക്കുക, വിളിക്കണോ? വേണ്ട, റെസ്റ്റ് എടുക്കട്ടെ, നാളെ സംസാരിക്കുന്ന. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകി അടുക്കളയിൽ നിന്നും പുറത്തേക്കുള്ള വാതിലിൽ കൂടെ പുറത്തു പോയി നോക്കുമ്പോഴാണ് അവിടെ അയയില കാഴ്ച കണ്ടത്. എന്തായിരിക്കും കാഴ്ചയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശ്രീ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇതെന്തോന്നടേ, ഉള്ളിലത്തേതൊക്കെ ഇടുന്നതിൻ്റെ ഔട്ട്ലെറ്റോ? അപ്പോൾ ദിവ്യ, ഇവിടെ ഞാൻ മാത്രം ഇതിനൊക്കെ വിരോധി എന്ന് പറഞ്ഞ് അവിടെ പോയി അതെല്ലാം എടുത്ത് ഏതെടുത്താലും 10, ഏതെടുത്താലും 10 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ അങ്ങോട്ട് വന്നിട്ട്, എന്തായി കാണിക്കുന്നത്? ചെക്കൻ നിൽക്കുന്നത് കണ്ടില്ലേ? അതിന് ഇതിട്ട് ശീലമുള്ളവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ദിവ്യ, പിന്നെ ഒടുക്കിയതായിട്ടാണോ തല? എന്തൊക്കെ ഓരോന്നിനത് കുസൃതി ഒപ്പിക്കേട്ടോ. നമുക്ക് അത് തീരെ അങ്ങോട്ട് ഇവിടെ പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം, അവിടെ വന്ന് കേട്ടോളൂ കേട്ടോ. അപ്പോൾ അമ്മ, എന്തേലും പേരിന് മാത്രമാണെന്നും പറഞ്ഞിട്ട്, സംഭവം ഇതിനിടയ്ക്ക് കുറച്ച് സംഭവങ്ങളുണ്ട്, നമുക്കിവിടെ പറയാൻ പരിമിതികളുമുണ്ട്. രാത്രി ഒന്നും ഇല്ലാണ്ടിരിക്കണത് തന്നെയാണ് നല്ലതെന്ന് ആരോഗ്യത്തിന് പൊതുവെ പറയാറ്. അതുകൊണ്ടാണല്ലോ ആ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതെന്ന് ദിവ്യ. അങ്ങനെ ഇടത്തേ ഇല്ല, അമ്മ ചെയ്യണതാ നല്ലതെന്ന്. നീ പോടാ, അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നോ, എന്നാൽ പിന്നെ ഞാൻ പോന്നു. ഈ പെണ്ണ്. അങ്ങനെ റൂമിൽ പോയി ഡോർ ലോക്കാക്കി പുറത്തുനിന്ന് മുട്ടുകേപ്പുണ്ട്. ദിവ്യ, അല്ല സ്ത്രീ, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? എന്തിനെങ്ങനെ കറങ്ങി നടക്കുന്നത്? സീൻ പിടിക്കാൻ വല്ലതും ആണോ? പാല് തരാൻ വന്നതാടി. ഞാൻ പാല് കൂടി പണ്ട് നിർത്തിയതല്ലേ ചേട്ടാ. ഞാൻ അമ്മ പാല് കൊണ്ടുവന്നിട്ടുണ്ട്, വേണോ? അമ്മ ഒറ്റയടി അങ്ങ് വെച്ച് തരും. ആരോട് എന്താ പറയുന്നതെന്നൊരു നിശ്ചയമില്ല. കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ് കൊടുത്തു. ഈ പാല്. ഓക്കെ മോളെ, ഗുഡ് നൈറ്റ്. അങ്ങനെ റൂം ലോക്ക് ചെയ്തു. അല്ല, നിങ്ങളെന്താ നോക്കി നിൽക്കുന്നേ? ഒരു അപ്പുറത്തുനിന്ന് സൗണ്ടൊക്കെ കേൾക്കാം. സംഭവം എന്താ, അച്ഛനും അമ്മയും തമ്മിൽ. വയസ്സായെങ്കിലും വയസ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവരിപ്പോഴും ചെറുപ്പക്കാട്. ഒരു ഉന്മേഷവും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ട്. അവരെ നല്ല തകർത്തതാവുന്നുണ്ട്. അപ്പോൾ ഇവളിവിടെ നിന്നിട്ട് ആക്കുമ്പോഴും പറയുന്നുണ്ട് അവരും ആവട്ടെ എന്നൊക്കെ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 2 ടീംസും കിടന്നുറങ്ങി. രാവിലെ തുണി അലക്കുന്ന സംസാരം കേട്ട ശ്രീ എഴുന്നേക്കുന്നത്. പതിയെ വീടിൻ്റെ ബാക്കിൽ പോയി അമ്മതേ നൈറ്റിയൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് തുണി അലക്കുന്നു. കൂടെ ദിവ്യയും. അവരാണെങ്കിൽ വെറും ഒരു പച്ചട്ടോപ്പ് മാത്രം. ശ്രീ ചോദിച്ചു, നിൻ്റെ പാൻറ് എവിടെ പോയടി? ദിവ്യ, അത് അലക്കുമ്പോൾ നനഞ്ഞു, അപ്പോൾ ഊരി, അതും അങ്ങ് അലക്കി. ഇല്ലെങ്കിലിപ്പോൾ അങ്ങ് ഇടുന്ന പോലെ. എൻ്റെ മോനെ കുറേ കാലത്തിന് ശേഷം മര്യാദയ്ക്കൊന്നും എടുത്ത് കണ്ടത്. ഇന്നലെ ആയിരുന്നു അത്.
ഇല്ലെങ്കിൽ ഇവിടെ വന്ന വെറും ഒരു ഇത് വിട്ട് അങ്ങ് നടക്കും. ഇവളുടെ വേഷം അത് മാത്രമേ ഉള്ളൂ. വളം വെച്ച് കൊടുക്കാൻ ഒരച്ഛനും. അവൾ കൊച്ചല്ലേ കൊച്ചല്ലേ എന്ന് പറയും. ഞാൻ പിന്നെ എന്താ പറയുക. അപ്പം ദിവ്യ, അമ്മേ ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആവുമെന്ന് തോന്നുന്ന ഡ്രസ്സ് ഇടുക. ഞാനതിലൊക്കെയാ. പിന്നെ ഇത് പഴയ കാലമൊന്നുമല്ല. നമ്മൾ കാട്ടിക്കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആരും ഇതൊന്നും കാണാതിരിക്കില്ല. ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും എൻജോയ് അത്രേ ഉള്ളൂ. അപ്പോൾ അമ്മ, നിന്നോട് പറഞ്ഞു ചെയ്യിക്കാൻ ഞാനില്ല കുട്ടിയെ. അത് വിട്, അലക്കുകയോ ചെയ്യില്ല. ആ ഊരിയിരുന്ന അതെങ്കിലും ഒന്ന് ചുരുട്ടിയിട്ട പോലെ ഒന്ന് എന്താ പറയുക, റബ്ബർ ബാൻഡ് ചുരുട്ടിയിടുന്ന പോലെ മര്യാദക്കെങ്കിലും ഇടുക. അതേലൊന്ന് ചെയ്യ്. ഓ, ആര് ചുരുട്ടിയിട്ടതിന്? പിന്നെ ഇന്നലെ ഇട്ടത് എങ്ങനെയാണ് ഉണ്ടായിരുന്നേ? അതിന് അത് ഞാനല്ലല്ലോ ഇട്ടേ. പിന്നെ അത് നിൻ്റെ കെട്ടിയനാണോ ഇട്ടേ? അതേലോ, അങ്ങോട്ടേക്ക് ചോദിക്കുക. മൊത്തത്തിലൊന്ന് ചമ്മി. അത് മാറ്റാൻ വേണ്ടി ശ്രീ എന്തൊക്കെയോ ചോദിച്ച് തടി തപ്പി. രാവിലെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉച്ചമയക്കം കഴിഞ്ഞ് അങ്ങനെ കിടക്കുന്ന ടൈമിലാണ് ദിവ്യയെ, എടി ഒന്നിങ്ങ് വന്നേ. പുറത്ത് നല്ല മഴയും കാറ്റും. അമ്മയാണ് വിളിച്ചത്. രണ്ടാളും അവിടെ പോയി. ദിവ്യ, എന്താ അമ്മേ? എന്താ കണ്ടില്ലേ, മഴ പെയ്ത് തുണിയൊക്കെ നനഞ്ഞ് ഒന്ന് എടുത്തു വെക്കാൻ കൂടിയേ. ആ ഏട് കയറും പൊട്ടി. അത് പറഞ്ഞപ്പോഴാണ് ശ്രീയും കാണുന്നത്. ഇന്നലെ കണ്ടതൊക്കെ അവിടെ ഇവിടെയായി വീണ് കിടക്കുന്നു. പച്ച, മഞ്ഞ, നീല, കറുപ്പ്, ചുവപ്പ് എല്ലാം ഉണ്ട്. കേൾക്കേണ്ട താമസം. ശ്രീ പോയി ഓരോന്നായി പെറുക്കി തുടങ്ങി. അയ്യോ മോനെ, ഇത് ഞാനെടുത്ത് വെച്ചോളാം. അയൻ്റെ കയറൊന്ന് കെട്ടിത്തന്നാൽ മതി. അതൊക്കെ സെറ്റാക്കി അമ്മയും മോളും കൂടെ ചപ്പാത്തി ചുടാനൊന്നും പറഞ്ഞ് അടുക്കളയിൽ പോയി. ഇനി വല്ല ബിരിയാണി കിട്ടിയാലോന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞ് ശ്രീ ചപ്പാത്തി ചുടുക പറഞ്ഞ് അതാണ് എടുത്ത് ചുടുന്നേ. കാര്യം മഴയത്ത് വീണ് അതൊക്കെ ഇല്ലേ, ഉണക്കുന്ന കാഴ്ചയാണ് ശ്രീ കണ്ടത്. ആണ്, എന്തേ 2 പ്ലേറ്റിലിട്ടെടുക്കട്ടെ? ആവാം. അപ്പം അമ്മ ഒരു ചമ്മ ചിരിച്ചിട്ട്, മോനെ, ദിവ്യയാണെങ്കിൽ അത് വിട്ടില്ല. ഒരു പ്ലേറ്റ് എടുത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് ചട്ടുകം വാങ്ങി അതെടുത്ത് അതിലിട്ടു. സംഭവം മഴ നിറഞ്ഞത് കാരണേ അത് അടിമത്തേതില്ലേ അതിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കല്ല, ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതെടുത്തിട്ട് പ്ലേറ്റിലിട്ട് ആളുടെ നേരെ നീട്ടിയിട്ട്, സാമ്പാറാണോ ചമ്മന്തിയോ ഏതാ കൂട്ടാൻ വേണ്ടേ? അപ്പം ശ്രീ, ഇതിങ്ങനെ ഒന്നുമില്ലാതെ കഴിക്കാനാണ് എനിക്കിഷ്ടം. എന്തേ? രണ്ടിനും കിട്ടും ഇപ്പോൾ. അമ്മ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. ദിവ്യ, എന്താ മോളെ, സീനാണോ? കയ്യിലുണ്ടായിരുന്ന ചട്ടകം വെച്ച് അമ്മയുടെ അവിടെ ഒരു അട്ടിക്കെടുത്ത്. പെണ്ണെ, വേദനിച്ചിട്ടോ? എവിടെ നോക്കട്ടെ. എൻ്റെതും കൊച്ചിൻ്റെ അവിടെ വേദനിച്ചോ, പൊളിഞ്ഞോ നോക്കട്ടെ. പോടി അസത്തെ. അല്ല, എന്താ അമ്മ ഒരു സംശയം ചോദിക്കട്ടെ? വേണ്ടാത്തത് വല്ലതാവും, ചോദിക്ക്. അമ്മേ, വല്ല ഉരുളിയും കമഴ്ത്തി നേർച്ച കഴിഞ്ഞുണ്ടാക്കിയതാണോ? എന്തേ? അല്ല, ആ കമഴ്ത്തി ഉരുളി ഇവിടെ വന്ന് നിന്ന പോലെ ഉണ്ടല്ലോ. അവിടെ ചട്ടകം വെച്ചിട്ട് തടവി. ഇത് കേട്ട് ശ്രീ ഒരൊറ്റ ചിരിയ. എന്നിട്ട്, അത്രയ്ക്കൊന്നുമില്ല, അമ്മയ്ക്ക് നല്ല ഷേപ്പൊക്കെ ഉണ്ട് ഈ പ്രായത്തിൽ. ഇത് കേട്ട ദിവ്യ, തോന്നും, നിൻ്റെ ചാട്ടം കണ്ടാലറിയാം. അപ്പോൾ ശ്രീ, അല്ല, കളിയാക്കുന്നുകൊണ്ട് പറഞ്ഞതാ. അമ്മ, നീ വിടടേ, അവൾക്ക് നാക്കിന് എല്ലില്ല വെച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി രണ്ടാളും. അപ്പോൾ ശ്രീ, അല്ല, അച്ഛനെ കണ്ടതേ ഇല്ലല്ലോ, തലവേദന കുറവില്ലേ? ഞാൻ വന്ന മുതൽ ശ്രദ്ധിക്കുക. അച്ഛൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അതോ എന്നെ ഇഷ്ടമായില്ലേ മൂപ്പർക്ക്? അത് കേട്ടതും കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ദിവ്യ റൂമിലെ ജനലിൻ്റെ അടുത്ത് പോയി നിന്ന് പുറകിപ്പോയി ശ്രീയും. എന്നിട്ടിങ്ങനെ കെറ്റും ഇതാക്കിയില്ലോ. എന്നിട്ടിങ്ങനെ രോന്നായി. അപ്പോൾ ശ്രീ പറഞ്ഞു, പറ മോളെ, എന്താ? ഞാൻ ഇവരെയൊക്കെ സ്വന്തമായിട്ട് എന്നെ കാണുമെന്ന് പറഞ്ഞ് കളിയായി തോന്നുന്നുണ്ടോ നിനക്ക്? ഇനി എന്തിൻ്റെ പേരിലായാലും ഞാൻ വിട്ടുപോവില്ല, പറ. ദിവ്യ അത് കേട്ടതും റൂമിലെ അലമാര പോയി തുറന്നു. അതിലൊരു ആൽബം ഉണ്ടായിരുന്നു. അതെടുത്തു. എന്നിട്ട് അതിങ്ങനെ തുറന്നു. ആൽബം തുറന്നതും ശ്രീ കാണുന്നത് കുറേ പഴയ നാടക നടിയുടെ ഫോട്ടോയാണ്. അപ്പോൾ ശ്രീ ചോദിച്ചു, ഇതേതാ നടി? കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. ആ നടിയൊന്ന് ശരിക്കും നോക്കിക്കേ. ശ്രീ ശ്രദ്ധിച്ചു നോക്കി. ഇതാരാ, അച്ഛനോ? അതെ, ഞാൻ പണ്ട് പറഞ്ഞില്ലേ അച്ഛനൊരു സ്റ്റേജ് കലാകാരനാണെന്ന്. അന്ന് നാടകവേദികളിൽ അച്ഛന് സ്ത്രീവേഷം കെട്ടുമായിരുന്നു. അതുകൊണ്ട്
പണ്ട് അച്ഛൻ്റെ മിക്ക ദിവസത്തിലും പരിപാടി ഉണ്ടാവണ കാലം ഞാൻ വീട്ടിൽ പോലും അച്ഛൻ ഇതേ വേഷത്തിലാണ് കണ്ടിരുന്നത്. അച്ഛൻ്റെ മെയ് വഴക്കവും ആ വേഷത്തിന് മുമ്പിൽ സ്ത്രീകൾ പോലും അന്തം വിട്ട് നിന്ന് പോയിട്ടുണ്ട്. അറിയോ, അച്ഛനെ പോലെ അമ്മയ്ക്ക് പോലും സാരി എടുക്കാൻ അറിയില്ല. അച്ഛൻ്റെ ആ ഒരു ഇതിനോട് ഒരു ആരാധനയായിരുന്നു അമ്മയ്ക്ക്. അത് പിന്നെ പ്രണയമായി കല്യാണത്തിൽ വരെത്തി. ഓക്കെ, ബാക്കി കഥ പറ. അങ്ങനെ ഇരിക്കെ അവർ വേദികളിൽ നിന്നും വേദികളിലേക്ക് പോകുന്ന സമയത്ത് ഒരു വാഹനാപകടത്തിൽപ്പെട്ട് അച്ഛൻ കിടപ്പിലായി. പിന്നീട് അമ്മയാ ആ കുടുംബം നോക്കിയത്. അതും കൂലിപ്പണിക്ക് പോയി. ആ കിടപ്പ് കുറേ കാലം നീണ്ടു നിന്നു. പിന്നെ അന്ന് കണ്ടില്ലേ ബാബുവേട്ടൻ, അവരുടെയൊക്കെ കാരുണ്യവും പൈസയുടെ ബലത്തിലും അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് പതിയെ നടന്നു തുടങ്ങി. എന്നിട്ടോ പിന്നീടുള്ള ദിവസങ്ങളിൽ പഴയൊരച്ഛനെയല്ല ഞങ്ങൾ കണ്ടത്. രോഗാവസ്ഥയുടെ ആവാം ദേഷ്യവും വല്ലാതെ ഒതുങ്ങിപ്പോയ അച്ഛനെയാണ് ഞങ്ങൾ പിന്നെ കണ്ടത്. അങ്ങനെ ഇരിക്കൊരു ദിവസം ഞാൻ അച്ഛൻ്റെ റൂമിൽ പോകുമ്പോൾ അച്ഛൻ്റെ ആ കോസ്റ്റ്യൂമൊക്കെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നതാണ് ഞങ്ങൾ കണ്ടത്. ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആട്ടോ. അച്ഛൻ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ ഭഗവാനെ. കലയെ ഇത്രയും ജീവനായി കണ്ട എനിക്ക് ഏതെങ്കിലും വേദി കിടന്ന് മരിക്കണമെന്ന് പോലും ആഗ്രഹിച്ച് എനിക്ക് വന്ന ഗതി കണ്ടോ. എന്നെ എന്തെങ്കിലും ആക്കിയത് ഈ കലയായിരുന്നു. ദിവ്യ, അത് എനിക്കും അമ്മയ്ക്കും വല്ലാത്തൊരു ഷോക്കായി പോയേട്ടാ. ശ്രീ, എന്നിട്ട് നിങ്ങൾ മൂപ്പരെ സമാധാനിപ്പിച്ചില്ലേ? പിന്നെ അതുകൂടാതെ അവസാനം അച്ഛനൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടറാണ് പറഞ്ഞത് അദ്ദേഹം ഇത്രത്തോളം അതിൽ അഡിക്റ്റായിപ്പോയി തിരിച്ചു വരാൻ ടൈം എടുക്കുമെന്നൊക്കെ. ഓ, എന്നിട്ട് ഡോക്ടർ പറഞ്ഞു തൽക്കാലം മൂപ്പരുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ കണ്ടറിയേ എന്നൊക്കെ. അങ്ങനൊരു ദിവസം അമ്മയാണ് പറഞ്ഞത്, ഇനി ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ പഴയ പോലെ ആവാൻ കഴിയില്ല. അത് വെച്ച് നിങ്ങളുടെ ഇത്ര കാലത്തെ കലയോടുള്ളൊരിത് കുറച്ച് കാണുമല്ല. നിങ്ങൾക്കങ്ങനെ അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റുന്നില്ലെങ്കിൽ ആ വേഷമിട്ടെങ്കിലും സമാധാനിച്ചോ. അന്ന് മുതൽ അച്ഛൻ അങ്ങനെയായിരുന്നു നമ്മുടെ ഈ വീട്ടിൽ വസ്ത്രം ധരിച്ചിരുന്നത്. അന്ന് ചേട്ടൻ കണ്ടില്ലേ അയലിട്ട ബ്രായും അതും ഇതുമൊക്കെ അതിൽ പകുതി അച്ഛൻ്റെയും കൂടെയാണ്. അതാ നമ്മുടെ സിറ്റുവേഷൻ. എല്ലാവർക്കും ഒരുപോലെ ആവില്ല വെച്ച്. അച്ഛൻ ചേട്ടൻ വന്ന മുതൽ റൂമിൽ നിന്നും പുറത്തു വരാതിരിക്കുക. എടോ, എനിക്കതൊന്നും അറിയില്ലല്ലോ. പിന്നെ അല്ലാതെ ചേട്ടനോട് വിരോധം ഉണ്ടായിട്ടല്ല കേട്ടോ. ഒരു വീട്ടിലെ നാഥൻ, അതും പെണ്ണുങ്ങളിടുന്നത് പോലൊക്കെ ഇട്ട് കാണുമ്പോൾ പുറത്തുള്ളവർ എന്ത് ചിന്തിക്കുന്ന. അപ്പോൾ ശ്രീ, ദിവ്യ, ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ വാക്കിലൂടെ ഞാൻ ഇവരെയൊക്കെ അറിയുന്നത്. നീ അവരെ അത്രമേൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ. ഇനി ഞാനായിട്ട് അതിനെതിരെ നിൽക്കില്ല. അച്ഛനോട് പഴയ പോലെ നടന്നോളാൻ പറ. സത്യമാണോ? ഇതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തല്ലേ, എനിക്കത് താങ്ങില്ല. അതിരിക്കട്ടെ, ആ ഒരു ഫാൻസിയാണ് കല്യാണ ദിവസം എന്നോട് പറഞ്ഞ് കാണിച്ച്. ചെറുതായിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് അമ്മ അങ്ങോട്ട് വന്നു. അമ്മേ, അച്ഛനെ വിളിച്ചേ. ആ മോളെ, അത് പിന്നെ ഞാനെല്ലാം പറഞ്ഞു അമ്മേ. എന്തിനാ ഒളിച്ചു വെക്കുന്നത്? എത്ര കാലം ഒളിച്ചു വെക്കും? അങ്ങനെ വെച്ച് തന്നെ അച്ഛൻ്റെ അവസ്ഥ എന്താവും? ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. അല്ലേലും എൻ്റെ ചേക്കൻ പാവുക. പിന്നെ സന്ധ്യയായപ്പോൾ ഞാൻ ഉമ്മറത്ത് പോകുമ്പോൾ അച്ഛൻ കുളിച്ചൊരു നൈറ്റിക്കിട്ട് വിളിക്ക് വെട്ടുന്നു. അച്ഛാ, എനിക്കറിയില്ലായിരുന്നു ശ്രീ. അച്ഛൻ, മോനെ സാരല്ല, എനിക്കിത് മാത്രമാണ് ഇപ്പോൾ പഴയതായിട്ടുള്ളത്. അമ്മ ചായ കുടിച്ചോ? ഞാനെടുക്കാം. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഇതാക്കി അച്ഛൻ പോയി ഒരു സ്ത്രീയെ പോലെ അടുക്കളയിൽ പോയി. എന്തോ ഒരു വല്ലാത്ത രസം തോന്നി ആ കാഴ്ചയിൽ. ശ്രീ നേരെ ഹാളിൽ ചെല്ലുമ്പോൾ ടി വി കൊണ്ട് ദിവ്യ, വിളിക്ക് വെക്കുന്ന നേരത്തേലും ഒന്ന് ഒതുക്കത്തിലിരുന്നൂടെ നിനക്ക്? ഓ, ഇതിനിപ്പോൾ എന്താ കുഴപ്പം? അവൾ ശ്രീയുടെ ഒരു തന്നെ ഷർട്ട് മാത്രം ഇട്ടിട്ട സോഫയിൽ മലർന്നു കിടന്ന് ടി വി കാണുന്നത്. അതും കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. ഓപ്പോസിറ്റുള്ള ഒരു സീറ്റുള്ള സോഫ ചെയറിൽ ശ്രീ ഇരുന്നു. ഇതൊക്കെ കണ്ട് അമ്മ അങ്ങോട്ട് പോയി, കുറച്ച് നീങ്ങിയിരുന്നേ. ഞാൻ മാറില്ല, വേണമെങ്കിൽ നിലത്തിരിക്കുക, അല്ലേ ചേട്ടന് മടിപ്പിരുന്നോ? അങ്ങോട്ട് നീങ്ങ പെണ്ണേ. ഇല്ല. ശ്രീ പറഞ്ഞു, വേണ്ടമ്മേ, ഞാൻ എണ്ണീക്കാം, അമ്മ എവിടെ ഇരുന്നു? ഓ വേണ്ട, മോൻ കണ്ടോ? ഓ, വലിയ ജാട കാട്ടത്, പോയി ഇരിക്കമ്മേ. ഓ പോടി, എൻ്റെ മോനല്ലേ, പിന്നെന്താ? അമ്മ പോയി ശ്രീയുടെ അവിടെ ഇരുന്നു കാച്ചി എണ്ണയുടെയും
മൊത്തത്തിൽ എന്തൊക്കെയോ പറയാനൊന്നും അറിയില്ല. ഒരു ആകർഷണമാണ്. ശ്രീ എന്തെന്നില്ലാത്ത സന്തോഷമാണോ സ്വപ്നമാണോ താൻ കാണുന്നതെന്നുള്ള സംശയത്തിലായിരുന്നു. രണ്ടാളെയും കണ്ട് ദിവ്യ, എന്താ ചേട്ടാ വലിയതായത് കണ്ട് ഒതുങ്ങുന്നില്ലേ മടിയിൽ? പൊടി. അതും കേട്ട് ചായയും കൊണ്ട് അച്ഛൻ വന്നു. ചായ ശ്രീക്ക് കൊടുത്ത് മോളെടുത്ത് പോയിരുന്നു. നമുക്ക് സീറ്റ് തരണേ, കാല് പിടിക്കണം. അച്ഛനാണെങ്കിൽ ഒക്കെ ഓക്കെയാണ്. ഓക്കെയാ ദേ എൻ്റെ വളർത്തമ്മയോ മോളെ എന്നും പറഞ്ഞ് അച്ഛൻ്റെ മടിയിൽ അവിടെ തല വെച്ച് കിടന്നു. എന്നാൽ ശ്രീ ഓർത്തു, സ്വന്തം ഭാര്യ അതും മരുമകൻ്റെ അവിടെ ഇരിക്കുക, അതിന് എതിർപ്പൊന്നും കാട്ടാതെ അച്ഛൻ. അപ്പോൾ അവിടെ നിന്ന് പരിശ്രമിച്ച പലതും നടക്കും. ശ്രീ മനസ്സിൽ സമയമുണ്ടല്ലോ, പയ്യെ തിന്നാൽ എങ്ങനെ പനയും തിന്നാന്നല്ലേ, അത് തന്നെ. അപ്പോൾ അമ്മ, മോനെ കാല് വേദനിക്കുന്നുണ്ടോ? ദിവ്യ അപ്പോൾ അമ്മയെ ചുമ്മാ ചേട്ടനെ കളിയാക്കാതെ, ചേട്ടൻ വേണമെങ്കിൽ എടുത്ത് കറക്കും. അതും അതൊക്കെ തന്നെ. ചില നേരത്തെ സംസാരം മറ്റേ രീതിക്ക് ചെല്ലുന്നത്, പക്ഷേ നമുക്കിവിടെ പറയാൻ പാടില്ലല്ലോ. അപ്പം അമ്മ, ആടി എൻ്റെ കാമുകന എൻ്റെ. അപ്പം ശ്രീ, പറഞ്ഞു കൊടുക്കമ്മേ. എന്നാൽ പിന്നെ ഇരുത്തം മാത്രമാക്കണ്ട, കിടത്തവും ഒരുമിച്ചാവട്ടെ. അപ്പം അത് ഞാനും ശ്രീയും കൂടെ തീരുമാനിച്ചല്ല കേട്ടോ, അല്ലേ ശ്രീ? ശ്രീ അപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാത്ത ആളാണ്, ഒറ്റയ്ക്ക് കിടക്കുന്നത്. എടാ മോനെ, എനിക്ക് എൻ്റെ ഈ അമ്മ പെണ്ണുള്ളപ്പോൾ നീയും വേണ്ട, ഈ ഇന്ത് തള്ളിയും വേണ്ട. മതി വഴക്കുണ്ടാക്കിയത് മോന് കുളിക്കണ്ടേ, പോയി കുളിക്കാൻ നോക്കി. അങ്ങനെ രസം മുറിഞ്ഞു പോയൊരു നിരാശയിൽ ശ്രീ കുളിക്കാൻ പോയി. അങ്ങനെ ശ്രീ കുളിക്കാൻ പോകുന്നതോട് കൂടി നമ്മുടെ കഥ ഇവിടെ തീരിക്കുക. ഇതിന് ശേഷം ശരിക്കും രസിക്കാനുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, കയറി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ബൈ.